ഹായ് ഫ്രണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇവിടെ മഴ, നല്ല മഴ കേട്ടാ, രാവിലെ തൊട്ടേ ഉണ്ട്. പിന്നെ ഇന്ന് ഞാനൊരു തോരൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അമ്മക്ക് ചേനത്തോരനാണ്, ചേന എടുത്ത് അരിഞ്ഞ് തോരൻ വയ്ക്കുന്നത്. അമ്മക്കപ്പോൾ ഞാൻ ചെത്തി അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. ചേന, ഉള്ളി, ഞാൻ ചെറിയ മുളകും ഇട്ട്. അപ്പം അരയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെ മുളക് ഇടത്തില്ല, ഇതിൽ എരിവുള്ള മുളക് ഇട്ടുകൊണ്ട് ഇടത്തില്ല. അങ്ങനെ ഈ പാത്രത്തിലാണ് തോരൻ വയ്ക്കുന്നതെന്ന് എടുത്ത് വയ്ക്കാം. നമുക്കെപ്പോഴും തീ എത്തിച്ചു കൊടുക്കാം. എല്ലാവർക്കും സുഖമാണോ? നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറി നമുക്ക് ചിലവർ ചേന എടുക്കുമ്പോൾ കൈയൊക്കെ ചൊറിയും. കൈയൊക്കെ ചൊറിയുമെന്ന് പറയും. അപ്പോൾ ഒരുപാട് ചേന എടുക്കില്ല. കൈ ചൊറിയുന്നതിന് നമ്മൾ ചേന അരിയുമ്പോൾ ഇച്ചിരി കണ്ടിച്ച് അടുപ്പിനകത്ത് ഇടുമെന്ന് പറയും. അല്ലെങ്കിൽ ഇത് കണ്ടിച്ച് അടുപ്പിൽ വെച്ച് തിളയ്ക്കണമെന്ന് പറയും. തിളയ്ക്കുമ്പോൾ കയ്യിൽ ചൊറിച്ചിൽ മാറും. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അടച്ചു കൊടുക്കുക. ഇനി നമുക്ക് അരപ്പിനുള്ളത് നോക്കാം. കുറച്ച് തേങ്ങ ഇടണം. കുറച്ച് ജീരകം, രണ്ട് വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഇടും, തൊലിക്കത്തില്ല. വെളുത്തുള്ളി എടുത്ത് ഇനി നമുക്ക് അരയ്ക്കാം. മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, അതോടെ മുളക് എടുത്തില്ല. പിന്നെ വെളുത്തുള്ളി ഇനി നമുക്ക് അരച്ചെടുക്കാം. അരപ്പിട്ട് കൊടുക്കാം. തോരത്ത് ഉണ്ട്. റെഡി. ചേന വെച്ച് തോരൻ വയ്ക്കാം കേട്ടോ. ചേന ചെറുതായിട്ട് അരിഞ്ഞ്, ഉള്ളി, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക്, പിന്നെ ഇട്ട് കടുക് വറുത്ത്
ഇളക്കി വെച്ചിട്ട് അരച്ചിടണം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ എരി വേണമെങ്കിൽ ഇടാം കേട്ടോ. അതുകൊണ്ട് തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.